കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അശ്വിനും സുനന്ദയും കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അശ്വിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് സുഭാഷ് ചോദിക്കുന്നത്. അശ്വിനും സംശയത്തോടെ സുനന്ദയെ നോക്കിക്കൊണ്ട് അപ്പോൾ സുനന്ദ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കേ. അവൾക്കതൊക്കെ പറയാൻ നേരമുണ്ടോ? അവൾ വരുന്നത് അതിനല്ലല്ലോ എന്നച്ഛനും. ഇവൾക്ക് എല്ലാവരും പരിഭ്രമത്തോടെ നിൽക്കുമ്പോഴേക്കും നിധിയും ചിരിയോടെ അവള് കഴിക്കാൻ വരുന്നതിനെ പറ്റി അച്ഛൻ കളിയാക്കി പറയുന്നതാ. സുഭാഷ് ചേട്ടന്റെ കുക്കിംഗ് ഇവൾക്ക് വലിയ ഇഷ്ടമാണല്ലോ എന്ന് നിധി പറയേ. ചിരിയോടെ തലയാട്ടി സമ്മതിച്ചുകൊണ്ട് അല്ല സുഭാഷ് ചേട്ടൻ എന്താ ഇതുവരെ കല്യാണം കഴിക്കാത്തത് എന്ന് അശ്വിൻ ചോദിക്കെ. എല്ലാവരും എന്തു പറയണമെന്നറിയാതെ മിഴിച്ചു നിൽപ്പാം. അത് കാണാൻ അശ്വിനും അല്ല സുധീഷിന്റെ വൈഫിനെ കണ്ടതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറയേ. സുധീഷും ചിരിയോടെ അതെ അതെ ഞങ്ങളുടേത് ലവ് മാരേജ് ആയിരുന്നല്ലോ. അവളുടെ വീട്ടിൽ കുറച്ച് പ്രശ്നമായി. അപ്പൊ പിന്നെ ഞങ്ങൾ ഒളിച്ചോടിയിട്ട് അങ്ങനെ 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 എന്നവൻ പറയേ. നിധിയും ദേഷ്യത്തോടെ അവനെ നോക്കി നിൽക്കുകയാ. അല്ല അത് ഏട്ടന് വേണ്ടി നോക്കുന്നുണ്ടെന്ന് സുധീഷ് പറയേ. അതെ പെട്ടെന്നുണ്ടാവുമെന്ന് നികേഷും. ഹരീഷും ഏട്ടന് വേണ്ടിയേ ഞങ്ങൾ മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുറെ കോളൊക്കെ വന്നു. ഇനി വൈകാതെ നോക്കണമെന്ന് പറയേ. അത് വേണം സുഭാഷ് ഏട്ടാ. അശ്വിന്റെ കൂടെ ദുബായി പോയാ എനിക്ക് വരാൻ പറ്റുമെന്ന് അറിയില്ല. അതിനു മുമ്പ് അത് നടക്കണം. ആ കല്യാണത്തിൽ പങ്കെടുത്തിട്ട് വേണം എനിക്ക് പോവാൻ. ഇനി ആർക്കും എന്നോട് വരണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാനും അശ്വിനും ഉറപ്പായും വരും എന്ന് സുനന്ദയും പറയുകയാ. അങ്ങനെ അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സുധീഷ് അവരോട് വാ തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സുധീഷെ ഒന്ന് റൂമിലോട്ട് വരുമെന്ന് നിധി ചോദിക്കുന്നത്. അത് കേൾക്കെ സുധീഷും അമ്പരപ്പോടെ ഞാനോ എന്ന് ചോദിക്കേ. അതെ ഒരു കാര്യം പറയാനെന്ന് പറഞ്ഞ് നിധി റൂമിലേക്ക് പോവുകയാ. സുധീഷും സന്തോഷത്തോടെ അവളുടെ പുറകെ റൂമിലേക്ക് ചെന്ന് എന്താ വിളിച്ചേ പറഞ്ഞോളൂ എന്ന് പറയേ. കല്യാണം കഴിഞ്ഞിട്ട് സുനന്ദ ചെറുക്കനെയും കൂട്ടി ആദ്യമായിട്ട് വരികയല്ലേ. തിരിച്ചയക്കുമ്പോ എന്തേലും കൊടുത്തയക്കണ്ടേ? അതല്ലേ അതിന്റെ രീതി. അങ്ങനെയൊക്കെ ഉണ്ടോ? എന്താ ഇപ്പൊ നമ്മൾ കൊടുക്കുക എന്ന് സുധീഷും. എൻ്റെ ഒരു പുതിയ സാരി ഉണ്ട്, അത് സുനന്ദയ്ക്ക് കൊടുക്കാം. പക്ഷെ അവളുടെ ഹസ്ബൻഡിന് എന്ത് കൊടുക്കും? പുതിയ ഉപയോഗിക്കാത്ത ഡ്രസ് ഉണ്ടോ എന്ന് നിധി സുധീഷിനോടായി ചോദിക്കേ. അവൻ ആലോചനയോടെ ഓർത്തെടുത്ത് എന്റെ കയ്യിൽ ഒരു തവണ ഇട്ടൊരു ഷർട്ടുണ്ട്, അത് മതിയൊന്ന് സുധീഷ് ചോദിക്കേ. താൻ ഇട്ടതാണോ അവർക്ക് സമ്മാനമായി കൊടുക്കുന്നത്? അവൾക്ക് മാത്രം കൊടുക്കുന്നതിൽ ഒരു ശരികേടുണ്ടെന്ന് പറഞ്ഞ് അവൾ ടെൻഷനോടെ നിൽക്കുക. ആ സമയത്ത് സുധീഷ് വീണ്ടും ആലോചനയോടെ ഓർത്തെടുത്ത് നിധി ഈ ഡ്രസ്സ് തന്നെ കൊടുക്കണമെന്നുണ്ടോ എന്ന് ചോദിക്കേ. എന്റെ കയ്യിൽ പുതിയതായിട്ട് അതാ ഉള്ളത്, അതുകൊണ്ട് അത് കൊടുക്കുന്നത്. വേറെന്താ ഉള്ളതെന്ന് ചോദിക്കുക. എന്റെ ഒരു പുതിയ വാച്ചുണ്ടേ, അതാണ് ഞാൻ ഉപയോഗിച്ചിട്ടുമില്ല, അത് മതിയോ എന്ന് സുധീഷ് ചോദിക്കേ. തനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് നിധിയും. അതൊന്നും സാരമില്ല, ഇയാൾ ഇവിടേക്ക് വരുന്നതിന് മുമ്പേ ഞാൻ വാങ്ങിച്ചതാ. അത് ഈ മേശയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഞാൻ എടുക്കട്ടെ എന്ന് സുധീഷ് ചോദിക്കും. എടുത്തോ എന്ന് നിധിയും. അങ്ങനെ സുധീഷ് അത് തിരഞ്ഞെടുത്ത് നിധിയെ കാണിച്ച് ഇതുപോലെ എന്ന് ചോദിക്കേ. സൂപ്പർ, പോകുമ്പോ കൊടുക്കാം, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് തന്റെ ബാഗിൽ നിന്ന് ആ പുതിയ സാരിയും എടുത്ത് പോവാൻ തുടങ്ങുന്നേരം അതെ ഇതിനാണോ വിളിച്ചേ എന്ന് സുധീഷും ചോദിക്കുക. അതെ ഇയാൾ എന്താ വിചാരിച്ചെന്ന് നിധി സംശയത്തോടെ ചോദിക്കേ. ഞാൻ എന്ത് വിചാരിച്ചിട്ട് എന്ത് കാര്യം എന്ന് സുധീഷിന്റെ മറുപടികൾക്ക് അവനെ ദേഷ്യത്തോടെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് നിധി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. സുധീഷും വാച്ചുമായി അവളുടെ പുറകെ പോകുന്നുണ്ട്. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് തൻ്റെ ആ റേഡിയോയുമായി അച്ഛൻ ഡൈനിങ് ഹാളിലെ ആ കസേരയിൽ ഇരിക്കുക. നിധിയും സുധീഷും ഡൈനിങ് ഹാളിലേക്ക് എത്തുമ്പോഴേക്കും സുനന്ദയും അശ്വിനും ഫുഡെല്ലാം കഴിഞ്ഞ് കൈ കഴുകി അങ്ങോട്ടെത്തുകയാ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, ഇപ്പൊ തന്നെ ലേറ്റായെന്ന് അശ്വിൻ പറയേ. സുനന്ദേ നിങ്ങൾ വരുന്നത് നേരത്തെ അറിഞ്ഞില്ല, അതുകൊണ്ട് കാര്യമായിട്ടൊന്നും വാങ്ങാൻ പറ്റിയില്ല. എന്നാലും ഇത് കയ്യിലിരിക്കട്ടെ, ഒരു സാരി നിനക്ക് നന്നായിട്ട് ചേരും എന്ന് പറഞ്ഞ കവർ നീട്ടെ. അയ്യോ എന്തിനാ നിധി ഇതൊക്കെ എന്ന് സുനന്ദയും ചോദിക്കുകയാ. ഇതെന്റെ സന്തോഷത്തിന് ദാ എന്ന് പറഞ്ഞ് നിധി ആ സാരി സുനന്ദയ്ക്ക് കൊടുക്കുകയാ. അപ്പോഴാണ് സുധീഷും ആ വാച്ച് നീട്ടിക്കൊണ്ട് ദേ ഇത് അശ്വിന് ഒരു വാച്ചാ, വല്ലാതെ വില കൂടിയതൊന്നുമല്ല കേട്ടോ, ആദ്യമായിട്ട് വരുമ്പോ എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ. വാച്ചോ എന്ന് നികേഷും ഹരീഷും പരസ്പരം പറയുകയാ. ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ഇത് വെച്ചോളൂ എന്ന് സുധീഷ് പറയേ. അയ്യോ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് അശ്വിനും. വാങ്ങിക്കുന്നേ എന്ന് ചിരിയോടെ സുധീഷ് പറയേ. അശ്വിനും അത് വാങ്ങിച്ചുകൊണ്ട് താങ്ക്സ് പറഞ്ഞ് എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് യാത്ര ചോദിക്കേ. സുനന്ദയും എല്ലാവരോടുമായി യാത്ര പറയുകയാ. പോട്ടെ നിധി. സുധീഷ് നികേഷ് ഹരീഷ് ശരി എന്ന് പറഞ്ഞ് അവരോട് യാത്ര പറഞ്ഞ് സുഭാഷ് ഏട്ടനെ ടെൻഷനോടെ ഒന്ന് നോക്കിക്കൊണ്ട് പോട്ടെ സുഭാഷ് ഏട്ടാ എന്ന് യാത്ര ചോദിക്കേ. അവനും ഒരു ചിരിയോടെ തലയാട്ടുകയാ. സുനന്ദ എപ്പോഴേക്കും നിധിയെ ചേർത്ത് പിടിച്ച് സുഭാഷ് ഏട്ടനെ നന്നായി നോക്കണം, എത്രയും പെട്ടെന്നൊരു വിവാഹം കഴിപ്പിക്കണമെന്ന് പതിയെ പറഞ്ഞ് ഒരു ചിരിയോടെ യാത്ര പറയുമ്പോഴേക്കും പോവാമെന്ന് അശ്വിനും. സുനന്ദ അത് സമ്മതിക്കുമ്പോഴേക്കും അവർ രണ്ടുപേരും ഭാസ്കര മാമന്റെ അരിയിലേക്ക് ചെന്ന് ഭാസ്കര മാമ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറയുന്നുണ്ട് സുനന്ദ. അതുകൾക്ക് ഭാസ്കര മാമനും അവിടെ നിന്ന് എഴുന്നേറ്റ് ചെന്ന് പൂജാ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്കു തെളിച്ച് വാ മക്കളെന്ന് പറഞ്ഞ് സുനന്ദയെയും അശ്വിനെയും അങ്ങോട്ട് വിളിച്ച് പ്രാർത്ഥിക്കാനായി പറയുക. പ്രാർത്ഥന കഴിഞ്ഞവർ ഭാസ്കര മാമന്റെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിക്കുകയാണ്. ദീർഘസുമംഗലിയായി വാഴട്ടെ എന്ന് അച്ഛൻ സുനന്ദയെ അനുഗ്രഹിക്കുമ്പോഴേക്കും സുധീഷ് ടെൻഷനോടെ അത് നോക്കി നിൽക്കുന്ന സുഭാഷ് ഏട്ടനെ നോക്കുക. അദ്ദേഹം അവിടുന്ന് ഭസ്മക്കുറിയെല്ലാം എടുത്ത് അവരുടെ രണ്ടുപേരുടെയും നെറ്റിയിൽ ചാർത്തിക്കൊണ്ട് തന്റെ പോക്കറ്റിൽ കാശിനായി കൈയിടുന്നുണ്ടെങ്കിലും
കാശ് കുറവാണെന്ന് കണ്ട് അദ്ദേഹം സുഭാഷിന്റെ അടുത്തേക്ക് നടന്നു ചെന്ന് അവന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് കാശെടുത്ത് തിരികെ വന്ന് അശ്വിന് നേരെ നീട്ടുമ്പോഴേക്കും അയ്യോ ഇതൊന്നും വേണ്ടെന്ന് അശ്വിൻ പറയേ, തരുന്ന കാശിന്റെ മൂല്യം നോക്കണ്ട, പോയി ഈ കാശ് കൊണ്ട് നല്ലൊരു സിനിമ കാണണം, അതും നമ്മളെ സന്തോഷിപ്പിക്കുന്ന സിനിമ, ജീവിതം മുഴുവൻ പിന്നെ ആ സിനിമ പോലെ ആവണം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അവരുടെ കയ്യിലേക്ക് ആ കാശ് വെച്ചു കൊടുത്തുകൊണ്ട് നന്നായി വരുമെന്ന് അവരെ അനുഗ്രഹിക്കുകയാണ്. അവരും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അവരെ തന്നെ നോക്കി നിൽക്കുന്ന സുഭാഷിനെ നോക്കി ഒരു നെടുവീർപ്പിടുകയാണ് അച്ഛൻ. പിന്നീട് തന്റെ വീട്ടിലെത്തിയ സുനന്ദ തന്റെ റൂമിലെ കട്ടിലിരുന്ന് സങ്കടത്തോടെ സുഭാഷിന്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുകയാണ്. അതോർക്കെ അവളും എഴുന്നേറ്റ് ചെന്ന് ആ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോഴേക്കും മുൻവശത്തെ റോഡ് കാണെ സുഭാഷിന്റെ ഓർമ്മകളാണ് അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. സങ്കടത്തോടെ സുഭാഷേട്ടൻ തന്നെ നോക്കി ആ റോഡിലൂടെ നടന്നു നീങ്ങുന്നതോർക്കെ അവൾ വീണ്ടും ടെൻഷനോടെ തന്റെ കട്ടിലിൽ വന്നിരിപ്പാ. ആ സമയത്ത് അങ്ങോട്ടെത്തുന്ന അശ്വിൻ ആലോചനയോടെ ഇരിക്കുന്ന സുനന്ദയെ കണ്ട് ഹലോ എന്ന് വിളിക്കുമ്പോഴേക്കും അവളും പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുകയാ. അവളോട് ഇരിക്കെന്ന് പറഞ്ഞ് അവളുടെ കൂടെ ഇരുന്ന് എന്തോ വലിയ ആലോചനയിലാണല്ലോ. ഇവിടുന്ന് പോകുന്നതിന്റെ സങ്കടമാണോന്ന് അശ്വിൻ ചോദിക്കുക. അത് കേൾക്കെ സുനന്ദയും ഞാൻ ജനിച്ച അന്ന് മുതൽ കിടക്കുന്ന മുറിയാ ഇത്, നാളെ മുതൽ ഇവിടെ ഇല്ലല്ലോ എന്ന് ആലോചിച്ചതായെന്ന് പറയേ. എപ്പോ തിരിച്ചു വരണമെന്ന് തോന്നിയാലും വരാലോ, പിന്നെന്തായെന്ന് അശ്വിനും. എല്ലാ കാലത്തും എല്ലാം സ്വന്തമാവില്ലല്ലോ. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ പുതിയതോരോന്നായി വരും. പുതിയ മനുഷ്യര്, പുതിയ സ്ഥലം, പുതിയ മുറി, അതെല്ലാം അംഗീകരിക്കാനും പൊരുത്തപ്പെടാനും ഇത്തിരി സമയം വേണം. അതേ വേണ്ടു എനിക്കെന്ന് സുനന്ദ പറയേ. എനിക്ക് മനസ്സിലാവും. സുനന്ദ വന്നു കയറുന്ന വീടും മുറിയും ആളുകളുമെല്ലാം സുനന്ദയുടെ സ്വന്തമാണെന്ന് തോന്നാൻ വേണ്ടുന്ന സമയം അതെത്രയായാലും എടുത്തോളൂ. എന്നിട്ട് തുടങ്ങിയാൽ മതി നമ്മുടെ ജീവിതം. ഇപ്പൊ ഒറ്റയ്ക്കിരിക്കാൻ തോന്നുന്ന സമയമാണെന്ന് എനിക്കറിയാം. ഇരുന്നോ, ഞാനായിട്ട് ശല്യം ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് അശ്വിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാ. പിറ്റേ ദിവസം രാവിലെ മൊബൈലിൽ പാട്ടൊക്കെ വെച്ച് താളം പിടിച്ച് ദോശ ചുട്ടുകൊണ്ടിരിക്കുക സുഭാഷ്. ഡൈനിങ് ഹാളിൽ ഇന്റർവ്യൂവിന് പോവാൻ റെഡിയായിരിക്കുകയാണ് സുധീഷും നിധിയും. അത് ശ്രദ്ധിച്ച സുധീഷും ഫയലെല്ലാം നോക്കിക്കൊണ്ട് അവിടെ കസേരയിൽ ഇരിക്കായിരുന്ന നിധിയെ വിളിച്ച് അടുക്കളയിലേക്ക് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുക. അപ്പോഴേക്കും സുഭാഷും ആ മൊബൈലിലെ പാട്ടിനൊത്ത് കൂടെ പാടാൻ തുടങ്ങിയിരുന്നു. അത് കേൾക്കെ നിധിയും അടുക്കള വാതിൽക്കലേക്ക് ചെന്ന് നോക്കുമ്പോഴേക്കും പാട്ടിനൊത്ത് താളം പിടിച്ച് കൂടെ പാടിക്കൊണ്ട് ആസ്വദിച്ച് ദോശ ചുടുന്ന സുഭാഷ് തന്നെയാണ് കാണുന്നത്. സുധീഷും നിധിയോടായി വിളിച്ച് പറയുന്നുണ്ട്, പാട്ടൊക്കെ പാടിയാണല്ലോ ഇന്നത്തെ പാചകം, നല്ല ഹാപ്പിയാണെന്ന് തോന്നുന്നെന്ന്. അത് കേൾക്കെ നിധിയും സുധീഷിന്റെ അരിയിലേക്ക് വന്ന് പാവം അങ്ങനെ ഇരിക്കട്ടെ, ഫ്രീ ആയിട്ട് വിട്, സുഭാഷ് ഏട്ടൻ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ എന്ന് പറയും. സുധീഷൻ ചിരിയോടെ അതേ വീട്ടിലെ എല്ലാരും നന്നായിട്ട് പാടും, ഞാനും നന്നായിട്ട് പാടും എന്ന് പറയേ. കഴുതരാഗമായിരിക്കുമെന്ന് നിധിയും. ഏയ് ആക്ച്വലി ഞാനൊരു അണ്ടർ റേറ്റഡ് സിംഗർ ആണ്, എന്താ കേൾക്കണോ എന്ന് സുധീഷ് ചോദിക്കേ. ഏയ് വേണ്ട, ഇന്റർവ്യൂ ഉള്ളതാ, മൂഡ് കളയരുതെന്ന് നിധിയും. വീണ്ടും സുഭാഷിന്റെ പാട്ടുകൾക്ക് അതേ ഈ സുഭാഷിട്ടിനെ അങ്ങോട്ട് പിടി കിട്ടുന്നില്ലെന്നേ എന്ന് സുധീഷ് പറയേ. എന്തു പറ്റിയെന്ന് നിധിയും. ഈ സുനന്ദയുടെ കല്യാണത്തിന് ശേഷം സുഭാഷ് ഏട്ടൻ തവിട് പൊടിയായി കിടക്കുകയായിരുന്നു. ഇന്നലെ പകലും വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ രാത്രിയിലെ സുനന്ദ ഹസ്ബൻഡുമായി വന്നു പോയതിനു ശേഷം ആളാകെ മാറിപ്പോയി. ദേ നോക്കിയേ, പതിവില്ലാത്ത പോലെ പാട്ടുപാടി ദോശയൊക്കെ ചുടുന്നു. എങ്ങനെ ഇത് പറ്റുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് സുധീഷും. ഇതിലെന്താ ഇത്ര മനസ്സിലാക്കാനുള്ളത്? സുനന്ദ ഒരു നല്ല കുടുംബത്തിലേക്കാണല്ലോ വിവാഹം കഴിച്ചു പോകുന്നതെന്ന് ഇന്നലെ സുഭാഷ് ഏട്ടന് ബോധ്യമായി. സ്വന്തം സന്തോഷത്തെക്കാൾ ഉപരി അവള് സന്തോഷിക്കുന്നത് കണ്ടപ്പോ സുഭാഷ് ഏട്ടന്റെ മനസ്സിന് തൃപ്തിയായി എന്ന് നിധി പറയേ. അല്ല, എനിക്ക് മനസ്സിലാവാത്തതാ, ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ എങ്ങനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമെന്ന് സുധീഷൻ ചോദിക്കുക. ഇഷ്ടപ്പെട്ട ആളുകൾ നന്നായിട്ടിരിക്കണമെന്നേ സുഭാഷ് ഏട്ടൻ ചിന്തിക്കാറുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ സന്തോഷമായിട്ടിരിക്കുന്നത് കാണുമ്പോഴാ ഏറ്റവും വലിയ സന്തോഷം. സുനന്ദയുടെ ജീവിതം ഇനി സന്തോഷിക്കാനുള്ളതാണെന്ന് സുഭാഷ് ഏട്ടന് തോന്നിക്കാണും. അത് ആളെയും ഹാപ്പി ആക്കിയെന്ന് നിധി പറയേ. ഓ, ഞങ്ങളെക്കാളും സുഭാഷ് ഏട്ടനെ പാലിച്ചു വെച്ചത് നിധിയാണല്ലോ എന്ന് സുധീഷൻ ചോദിക്കുക. ഞാൻ വന്നപ്പോ മുതലേ സുഭാഷ് ഏട്ടനെ കാണുന്നതല്ലേ, ആളെങ്ങനെ ആലോചിക്കാന്ന് എനിക്കറിയാം എന്ന് നിധി പറയുമ്പോഴേക്കും സുഭാഷ് അങ്ങോട്ടെത്തി. ആ, നിങ്ങൾ റെഡിയായോ എന്ന് ചോദിക്കേ. ആയി, 10 മണിക്ക് HR ഇന്റർവ്യൂ എന്ന് നിധിയും. ഉറപ്പായിട്ടും ഇത്തവണ ജയിച്ചിരിക്കുമെന്ന് സുഭാഷ് ഏട്ടൻ പറയേ. അതാ ഞാനും ചിന്തിക്കുന്നത്, എങ്ങനെങ്കിലും ഈ ജോലി കിട്ടി ജോയിൻ ചെയ്യണം, ഇത്രകാലം മാനിഫെസ്റ്റ് ചെയ്തതല്ലേ എന്ന് പറയേ. അത് മനസ്സിലാവാതെ സുഭാഷും എന്താ മണി പേഴ്സോ എന്ന് ചോദിക്കുകയാ. അത് ഒരു കാര്യം നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ച അത് നടന്ന പോലെ വിചാരിച്ച് നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ വന്നാ അത് തീർച്ചയായിട്ടും നടക്കും. അതാണ് മാനിഫെസ്റ്റേഷൻ എന്ന് നിധിയും. എല്ലാം കേട്ടുനിന്ന സുധീഷും അല്ല ഒന്നുകൂടി വിശദീകരിക്കാമോ എന്ന് ചോദിക്കും. മാനിഫെസ്റ്റേഷൻ എന്ന ഒരു ലോ അട്രാക്ഷൻ തത്വത്തിലാ വിശ്വസിക്കുന്നത് എന്ന് നിധി പറയേ. അട്രാക്ഷൻ, അത് മനസ്സിലായെന്ന് ചിരിയോടെ സുധീഷും. നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുകയും ഒരു കാര്യം നടക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അത് സാധിച്ചു തരാൻ പ്രപഞ്ചം സഹായിക്കുമെന്ന ഇതിന്റെ ബേസ് എന്നവൾ പറയേ. ഓ ഓക്കെ, അപ്പൊ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, അതായത് എനിക്കൊരു കുട്ടിയെ ഇഷ്ടമാണ്, ആ കുട്ടി എന്നെ ഒരിക്കൽ പ്രേമിക്കുമെന്ന് വിചാരിച്ച് നടന്ന ഒരു നാൾ അത് സംഭവിക്കും എന്ന സുധീഷിന്റെ ചോദ്യങ്ങൾക്ക് കാര്യം മനസ്സിലായ നിധിയും ഇല്ല എന്ന് പറയുക. അതെന്താന്ന് സുധീഷ് ചോദിക്കെ. അത് സംഭവിക്കണമെങ്കിൽ രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പെൺകുട്ടി നിങ്ങളെ ഒട്ടും ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പ്രപഞ്ചം അവളുടെ കൂടെ നിൽക്കും. പെൺകുട്ടികൾക്കാണല്ലോ പ്രിഫറൻസ് കൂടുതൽ എന്ന് നിധി പറയുന്നത് കേൾക്കെ അവൻ അങ്ങനെ പലതും പറയും. ഒന്നും മിണ്ടാതിരിടാന്ന് സുഭാഷ് ഏട്ടൻ. അപ്പോഴേക്കും സുഭാഷൻ പറയുന്നുണ്ട്, ആ മോളെ ഒരു കാര്യം പറയാൻ മറന്നുപോയി,
നമുക്ക് ബാത്റൂമിന്റെ പണി പെട്ടെന്ന് തന്നെ തുടങ്ങാം. അത് ഞാൻ മറന്നിട്ടില്ല കേട്ടോ എന്ന്. ഇല്ലാത്ത കാശുണ്ടാക്കിയപ്പോ അതിനു വേണ്ടിയിട്ടൊന്നും ശ്രമിക്കണ്ട. പറയുന്ന പോലെ അത്ര മോശമൊന്നുമല്ല ഇവിടെ ഉള്ളത്. എനിക്ക് പ്രശ്നമൊന്നുമില്ല. സുഭാഷ് ഏട്ടൻ അത് വിട്ടേക്കെന്ന് നിധിയോ. അതൊക്കെ എന്തായാലും ചെയ്യേണ്ടി വരും. നമുക്ക് എന്തായാലും കുറച്ച് ദിവസം കൊണ്ട് തുടങ്ങാം എന്ന് സുഭാഷ് പറയേ. അല്ല സുഭാഷ് ഏട്ടാ, രാവിലെ വലിയ പാട്ടൊക്കെ ആയിരുന്നല്ലോ അവിടെ. അപ്പോ അച്ഛനെ പോലെ ചേട്ടനും തുടങ്ങിയോ എന്ന് സുധീഷ് ചോദിക്കേ. ഒരു ചമ്മലോടെ എന്തുവാടാ ഇവിടം വരെ കേട്ടോ എന്ന് സുഭാഷ്. അങ്ങ് അയൽവക്കം വരെ കേട്ടായിരുന്നെന്ന് സുധീഷ് പറയേ. പക്ഷേ പാട്ട് നന്നായിരുന്നു കേട്ടോ സുഭാഷ് ഏട്ടാ എന്ന് നിധി അഭിനന്ദിക്കുമ്പോഴേക്കും ഞാനേ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അന്ന് കഴിക്കെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും അവർ രണ്ടുപേരും കഴിക്കാനായി പോവുകയാണ്. അവിടെ സുനന്ദയെ അശ്വിന്റെ വീട്ടിലേക്ക് അയക്കാൻ തുടങ്ങുകയാണ് ലളിതയും കൂട്ടരും. അശ്വിന്റെ അച്ഛനും അമ്മയും എല്ലാം എത്തിയിട്ടുണ്ട്. ലളിത രണ്ടുപേരെയും ആരതി ഒഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അച്ഛന്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങുമോളെ എന്ന് ഗംഗാധരൻ മാമൻ സുനന്ദയോടായി പറയുകയാണ്. അത് കേൾക്കെ അവർ രണ്ടുപേരും അച്ഛന്റെയും അമ്മയുടെയും കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിക്കുകയാണ്. അപ്പോഴേക്കും അശ്വിന്റെ അച്ഛനും അച്ഛമ്മയുടെയും അമ്മാവിന്റെയും അനുഗ്രഹം വാങ്ങും മക്കളെ. അവർ അവരുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ്. അത് കഴിഞ്ഞ് സുനന്ദ പറയുന്നുണ്ട് ഇന്നലെ ഭാസ്കരമാമയും അനുഗ്രഹിച്ച പറഞ്ഞയച്ചതെന്ന്. അപ്പോഴേക്കും അശ്വിന്റെ അമ്മയും എന്നാ നമുക്ക് ഇറങ്ങാം, രാഹുകാലം തുടങ്ങുന്നതിന് മുമ്പേ വീട്ടിൽ കയറണം എന്ന് പറയേ. ആയിക്കോട്ടെ എന്ന് ഗംഗാധര മാമനും സമ്മതം അറിയിക്കുകയാണ്. വാ മോളെ എന്ന് വിളിച്ച് ലളിത സുനന്ദയും കൂട്ടിക്കൊണ്ട് വരുമ്പോഴേക്കും എല്ലാവരും അവരുടെ പുറകെ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. എല്ലാവരും എത്തുമ്പോഴേക്കും എല്ലാരും നിൽക്ക്, നമുക്കൊരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞ് അശ്വിൻ തന്റെ ഫോണിൽ ഒരു സെൽഫി എടുക്കുകയാണ്. ലളിത അപ്പോഴേക്കും സുനന്ദയോടായി പറയുന്നുണ്ട് മോളെ, ചെല്ലുന്ന വീട്ടിലെ അടക്കത്തോടെയും ഒതുക്കത്തോടെയും കഴിയണം. അശ്വിന്റെ അച്ഛനും അമ്മയും എന്റെ കുട്ടിയെക്കുറിച്ച് എപ്പോഴും നല്ലതേ പറയാവൂ. അവരെ കൊണ്ട് അമ്മ വളർത്തിയ കുട്ടിയെന്ന് പറയിപ്പിക്കണമെന്ന് പറയാ സുനന്ദയും ചെറുതായൊന്നും മൂളുക. ലളിത അവളെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുമ്പോഴേക്കും സുനന്ദ ഭാവമാറ്റം ഒന്നുമില്ലാതെ അതേ നിൽപ്പ് തന്നെ. ധനശേഖരൻ അപ്പോഴേക്കും പറയുന്നുണ്ട് ഒറ്റ മോളായതുകൊണ്ട് അതിന്റെ സ്വാതന്ത്ര്യവും ലാളനയും ഒക്കെ കൊടുത്താ വളർത്തിയത്. അതിന്റെ കുഴപ്പങ്ങൾ അവൾക്കുണ്ടാവും, എല്ലാം മോൻ വേണം തിരുത്താം എന്ന് ഓർമ്മിപ്പിക്കെ. എനിക്കറിയാമെന്ന് അശ്വിനും സമ്മതിക്കുക. എന്നാ ഇറങ്ങിയാലോന്ന് അശ്വിന്റെ അച്ഛൻ ചോദിക്കേ. അച്ഛലോടെ നിൽക്കുന്ന ലളിതയോടായി നീ ഇങ്ങനെ കരഞ്ഞാലോ ലളിത, അവള് കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്കല്ലേ പോകുന്നത് എന്ന് ഗംഗാധരമാമനും വഴക്ക് പറയുന്നുണ്ട്. സുനന്ദേ പോയാലോന്ന് അശ്വിൻ ചോദിക്കേ. ഇറങ്ങാമെന്ന് സുനന്ദ. അശ്വിനും കൂട്ടരും ബാഗും എടുത്ത് കാറിലേക്ക് പോകെ. ഒരു ഭാവമാറ്റവുമില്ലാതെ ശരി അമ്മയെന്ന് പറഞ്ഞ് സുനന്ദ പോവാൻ തുടങ്ങും നേരം അമ്മ അവളെ തന്റെ നേരെ പിടിച്ചു നിർത്തി. ഇത്ര വർഷം ജീവിച്ച വീട് വിട്ട് ഇറങ്ങി പോവാൻ നേരത്ത് ആളെ കാണിക്കാനെങ്കിലും ഒരു തുള്ളി കണ്ണീരിറ്റിക്കുന്നില്ലല്ലോ നീ എന്ന് കരച്ചിലോടെ ചോദിക്കേ. ദേഷ്യത്തോടെ നിൽക്കുന്ന സുനന്ദയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. HR ഇന്റർവ്യൂവിനായി നിധി ആ കമ്പനിയിലേക്ക് എത്തുന്നതും HR സീറ്റിലിരിക്കുന്ന സൂര്യയെ കണ്ട് നിധി ഞെട്ടുന്നതും ഒരു തുള്ളി കണ്ണീർ പൊഴിക്കാതെ അമ്മയ്ക്ക് കണക്കിന് കൊടുത്ത് സുനന്ദ പടി ഇറങ്ങുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.